ഭൂമിയിൽ മനുഷ്യനുണ്ടായത് എങ്ങനെയാണ്? തഥാസ്തു എന്ന് അനുഗ്രഹിച്ചപ്പോൾ മനുഷ്യനുണ്ടായി എന്നും, കളിമണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നും, പരിണാമം സംഭവിച്ചാണ് മനുഷ്യൻ ഉണ്ടായത് എന്നും വിശ്വസിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് മറ്റൊരു വിശ്വാസത്തെക്കുറിച്ചാണ്. അതായത് മനുഷ്യനേക്കാൾ മുമ്പേ ഭൂമിയിലുണ്ടായിരുന്ന ചില ജീവികളിൽ ആരൊക്കെയോ വന്ന് നടത്തിയ ചില തിരുത്തലുകൾ കൊണ്ടാണ് മനുഷ്യനുണ്ടായത് എന്ന വിശ്വാസത്തെക്കുറിച്ച്. അത് പറഞ്ഞു വരുന്നത് സുമേറിയൻ സംസ്കാരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചില ശിലാഫലകങ്ങളിൽ പറയുന്ന അനുനാക്കികളെ കുറിച്ച് തന്നെയാണ്. അതായത് മനുഷ്യനേക്കാൾ മുമ്പുണ്ടായിരുന്ന ചില കുരങ്ങുവർഗ്ഗങ്ങളിൽ അനുനാക്കികളുടെ ജീൻ കൂടി ചേർത്താണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന വിശ്വാസത്തെക്കുറിച്ച്. അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമ്പോഴും ഇന്ന് ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ രക്തത്തിലെ അനുനാക്കികളുടെ ജീനിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന്. ഞെട്ടിപ്പിക്കുന്ന ആ കണ്ടെത്തലിനെ കുറിച്ച് അറിയാം. കേറിപ്പോരും ചങ്ങായിമാർ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. രക്തത്തിലുള്ള തെളിവ്. അതെ, നമ്മുടെ പൈതൃകം തിരിച്ചറിയാൻ രക്തമൊന്ന് പരിശോധിച്ചാൽ മതിയെന്ന് നമുക്കറിയാം. എന്നാൽ ഒരല്പം പുറകിലേക്ക് ചെന്നാൽ നമ്മുടെ തുടക്കം വരെ തിരിച്ചറിയാൻ രക്തത്തിലൂടെ സാധിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ. പുതിയതല്ല, ഒരല്പം പഴയത് തന്നെയാണ്. ഈ ഒരു കഥയ്ക്ക് ഒരല്പം വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ അറിഞ്ഞ അനുനാക്കി കഥകളിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ കഥയാണ് ഇവിടെ പറയാനുള്ളത്. കാലങ്ങൾക്ക് മുമ്പേ, അതായത് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കും മുമ്പേ നിബിരു എന്ന ഗ്രഹത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങിയ ദൈവങ്ങളാണ് അനുനാക്കികൾ എന്ന് സുമേറിയൻ സംസ്കാരത്തിൽ നിന്നും കണ്ടെത്തിയ പല ശിലാഫലകങ്ങളിലും പറയുന്നു. അതിൽ കൊത്തിവെച്ച ഭാഷ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അന്നുണ്ടായിരുന്ന ഒരു കുരങ്ങുവർഗത്തിൽ അനുനാക്കികൾ നടത്തിയ ഒരു മ്യൂട്ടേഷന്റെ ഭാഗമായാണ് ഇന്ന് നമ്മൾ ഉണ്ടായത് എന്നാണ്. അതൊക്കെ പഴങ്കഥയാണ്. ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് വ്യത്യസ്തമായ ഒരു കഥയാണ്. അതായത് അന്നു മുതൽ പരിണമിക്കപ്പെടുന്ന മനുഷ്യരിൽ ചിലർക്ക് മാത്രമാണ് അനുനാക്കികൾ ജന്മം നൽകിയത് എന്ന്. അതായത് ഇന്ന് നമ്മളോടൊപ്പം നമ്മളെപ്പോലെ ജീവിക്കുന്ന ചിലരുടെ പൈതൃകത്തിൽ മാത്രമേ അനുനാക്കികളുടെ ജീൻ ഉള്ളൂ എന്ന് അത് രക്തത്തിലൂടെ തിരിച്ചറിയാനും സാധിക്കും. ഇനി മനുഷ്യരെ പോലെ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന, രൂപം മാറാൻ സാധിക്കുന്ന റെപ്റ്റീലിയൻസിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഈ ഒരു കോൺസ്പിറസി തിയറി ആദ്യമായി വായിച്ചപ്പോൾ എനിക്കും ഇത്തരത്തിൽ ചില ചിന്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ ഒരു തിയറി വിശദീകരിക്കപ്പെടുന്നത്. അതായത് അനുനാക്കികളുടെ പരമ്പരയിലൂടെ വന്നവരിൽ അവരല്ലാത്തവരിൽ നിന്നും വ്യത്യസ്തമായ ചില കഴിവുകളുണ്ട് എന്ന്. അതായത് ഭരിക്കാനും കീഴടക്കാനും വിജയിക്കാനുമുള്ള ചില പ്രത്യേക കഴിവുകൾ. ഇന്നത്തെ സമൂഹത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഇവരുള്ളൂ എങ്കിലും അവരുടെ സമൂഹത്തിൽ ഒരു വലിയ ശതമാനവും ഇത്തരം കഴിവുള്ളവരാണ് എന്നത് ഈ ഒരു തിയറിയെ വിശ്വാസയോഗ്യമാക്കുന്നു. അത് പറഞ്ഞു വരുന്നത് RH ഫാക്ടറിനെ കുറിച്ചാണ്. അതായത് മനുഷ്യന്റെ രക്തത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രോട്ടീൻ ഫാക്ടർ. മനുഷ്യരക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് RH ആന്റിജൻ ഫാക്ടർ. ഒന്ന് രക്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് മനുഷ്യന്റെയും കുരങ്ങന്മാരുടെയും പൂർവികർ ഒന്നാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മളിൽ എല്ലാവരുടെയും രക്തത്തിൽ RH ഫാക്ടർ കാണാൻ സാധിക്കും. എന്നാൽ ചിലരിൽ ഈ RH ഫാക്ടർ മിസ്സിംഗ് ആണ്. അതിനെ ഈ ഒരു കോൺസ്പിറസി തിയറി പറയുന്നത് മനുഷ്യരിൽ ചിലരുടെ പൂർവികർ വ്യത്യസ്തരാണ് എന്നാണ്. ഒന്ന് ഞെട്ടി അല്ല, ഈ കോൺസ്പിറസി തിയറി വിശദീകരിക്കുന്ന മറ്റു വിഷയങ്ങൾ കൂടി കേട്ടാൽ ഒരല്പം കൂടി ഞെട്ടേണ്ടി വരും. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ RH ഫാക്ടർ ഇല്ലെങ്കിൽ നമ്മൾ RH നെഗറ്റീവും RH ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ RH പോസിറ്റീവുമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ 10 മുതൽ 15% വരെ മാത്രമേ RH നെഗറ്റീവ് ഉള്ളൂ. ബാക്കി 85% RH പോസിറ്റീവാണ്. അതായത് കുരങ്ങന്മാരുടെ പൈതൃകത്തിൽ ജനിച്ചവർ 85% ആണെങ്കിൽ ഈ തിയറി അനുസരിച്ച് അതല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചവർ 15%. അങ്ങനെയെങ്കിൽ ആ 15% RH നെഗറ്റീവ്സ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്? 35,000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പല ഗോത്രത്തിലും RH നെഗറ്റീവ് കണ്ടെത്തിയതായി പറയപ്പെടുന്നു. ഏഷ്യയിൽ 1% മാത്രമേ അവരുള്ളൂ. ആഫ്രിക്കൻ അമേരിക്കൻ വംശത്തിൽ 3%, യൂറോപ്യൻ വംശത്തിൽ 7%-മാണ് അവരുള്ളത്. അവർ ഐക്യുവിൽ മുൻപന്തിയിലായിരിക്കും. അവരുടെ കണ്ണുകൾ പച്ചയും നീലയുമായിരിക്കും. അവർക്ക് ചൂടിനോടും തണുപ്പിനോടും ഒരുപോലെ പ്രതിരോധിക്കാൻ സാധിക്കും. അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം
ഭയങ്കരമായിരിക്കും. ഇങ്ങനെയാണ് ഈ കോൺസ്പിറസി തിയറി വിശദീകരിക്കുന്നത്. RH നെഗറ്റീവായ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതായത് അവർ വിവാഹം കഴിക്കുന്നത് RH പോസിറ്റീവായ ഒരു പുരുഷനെയാണ് എങ്കിൽ, അവരിൽ ഗർഭം ധരിക്കുന്നത് RH പോസിറ്റീവായ ഒരു കുഞ്ഞാണ് എങ്കിൽ, ആ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ മരണപ്പെടാൻ 90% സാധ്യതയുള്ളത്. അതേസമയം RH നെഗറ്റീവായ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നത് RH നെഗറ്റീവായ ഒരു പുരുഷനെയാണ് എങ്കിൽ, അവർ സാധാരണ പോലെ ഒരു ദമ്പതികളായി വിവാഹം കഴിക്കുവാനും കുഞ്ഞുങ്ങളുണ്ടാകാനുമുള്ള സാധ്യതയുള്ളതായി കാണപ്പെടുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. RH നെഗറ്റീവായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ RH പോസിറ്റീവായ കുഞ്ഞാണ് ഉള്ളത് എങ്കിൽ, ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് ആ കുഞ്ഞിന്റെ അമ്മയുടെ രക്തം തന്നെയായിരിക്കും. ഇത് ശാസ്ത്രം അംഗീകരിച്ച ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് RH നെഗറ്റീവായ ഒരു ഗർഭിണിയുടെ ഗർഭപാത്രത്തിൽ RH പോസിറ്റീവായ കുഞ്ഞാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ 28ാമത്തെ ആഴ്ച അവർക്ക് RH ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ഷോട്ട്സ് നൽകുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ RH പോസിറ്റീവാണോ RH നെഗറ്റീവാണോ? RH നെഗറ്റീവാണ് എങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരായിരിക്കും? ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. രക്തത്തെക്കുറിച്ച് അറിയാവുന്ന ചിലർ ചിരിച്ചും തുടങ്ങിയിട്ടുണ്ടാകും. ചിരിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. നമുക്കറിയാം, നമ്മുടെ രക്തത്തെ പ്രധാനമായും 4ആയാണ് വേർതിരിച്ചിട്ടുള്ളത്: A, B, AB, O. അങ്ങനെയല്ലല്ലോ, A തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ 8 ഗ്രൂപ്പുകളായല്ലേ വേർതിരിക്കേണ്ടത്? ശരിയാണ്, അതേക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പേ ചില വിഷയങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ രക്തത്തിലുള്ള ആന്റിജൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്നത്. 1901 കോൾ ലാൻഡ്സ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി മനുഷ്യരക്തത്തെ വേർതിരിക്കുന്നത്. പ്രധാനമായും 2 തരം ആന്റിജനുകളാണ് നമ്മുടെ രക്തത്തിലുള്ളത്: എയും ബിയും. അതിന്റെ സാന്നിധ്യവും അസാന്നിധ്യവുമാണ് നമ്മുടെ ഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്നത്. ഒരാളുടെ രക്തത്തിൽ ആന്റിജൻ എ ആണുള്ളത് എങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എയും, ആന്റിജൻ ബി ആണുള്ളത് എങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബിയും. എയും ബിയും കണ്ടെത്തിയാൽ എ ബിയും ഒരു ആന്റിജനും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഒ ഗ്രൂപ്പായും നിർണ്ണയിക്കുന്നു. റെഡ് ബ്ലഡ് സെൽസിലെ പ്രോട്ടീനാണ് ആന്റിജനുകളെങ്കിൽ ബ്ലഡ് പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ആന്റിബോഡി. അവ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എ ബ്ലഡ് ഗ്രൂപ്പിൽ ബി ആന്റിജനും ബി ബ്ലഡ് ഗ്രൂപ്പിൽ എ ആന്റിജനുമാണ് ഉണ്ടാവുക. ആന്റിജനുകളില്ലാത്ത ഒ ഗ്രൂപ്പിൽ എ, ബി എന്നീ 2 ആന്റിബോഡികളും ഉണ്ടാകും. അതേസമയം എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡികൾ ഉണ്ടാവുകയുമില്ല. വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള രക്തം ശരീരത്തിൽ കുത്തിവെക്കാത്തതിന്റെ കാരണം ഇതാണ്. അതായത് എ ഗ്രൂപ്പിൽ പെടുന്ന ഒരാൾക്ക് ബി ഗ്രൂപ്പിൽ പെടുന്ന രക്തം കുത്തിവെച്ചാൽ അവിടെ രക്തം കട്ടപിടിച്ച് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം എ ബി ഗ്രൂപ്പിൽ പെടുന്ന ഒരാൾ, അയാളുടെ രക്തത്തിൽ ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും എ ബിയിൽ നിന്നും ഒയിൽ നിന്നും രക്തം സ്വീകരിക്കാൻ സാധിക്കും. ആന്റിജൻ എയും ആന്റിജൻ ബിയും ഇല്ലാത്ത ഒ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളുടെ രക്തം ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാൻ സാധിക്കും. അതേസമയം ഒ ഗ്രൂപ്പിൽ പെടുന്ന ഒരാൾക്ക് ഒ ഗ്രൂപ്പിൽ നിന്നും മാത്രമേ രക്തം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, അങ്ങനെയെങ്കിൽ ഈ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവുമായി മാറുന്നത് എന്ന്. അവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞ RH ഫാക്ടറിന്റെ പ്രാധാന്യം വരുന്നത്. RH ഫാക്ടർ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മുടെ രക്തത്തിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവും, RH ഫാക്ടർ ഇല്ലെങ്കിൽ അത് നെഗറ്റീവുമാണ് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എ ഗ്രൂപ്പിലുള്ള ഒരാളുടെ രക്തത്തിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അയാൾ എ പോസിറ്റീവും, RH ഫാക്ടർ ഇല്ല എങ്കിൽ അയാൾ എ നെഗറ്റീവുമാണ്. അങ്ങനെ തന്നെയാണ് എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി നെഗറ്റീവ് എന്ന രക്തങ്ങൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രക്തഗ്രൂപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, കുരങ്ങന്മാരുടെ പൂർവികരിൽ നിന്നും വന്ന 85% നിങ്ങളുള്ളത്, അതോ അനുനാക്കികളുടെ 15% നിങ്ങളുള്ളത്? ഒരു വലിയ ശതമാനം ആളുകൾ ഒരു തമാശയായി മാത്രമാണ് ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തെ കാണുന്നത് എങ്കിൽ ലക്ഷക്കണക്കിന് പേർ ഇതിനെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ ചോദിക്കുന്നു, 85% മനുഷ്യരിൽ കാണുന്ന RH ഫാക്ടർ എന്തുകൊണ്ട് 15% മനുഷ്യരിൽ കാണുന്നില്ല? ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം പാരമ്പര്യത്തിൽ നിന്നും മനുഷ്യനുണ്ടാകേണ്ട RH ഫാക്ടർ എന്തുകൊണ്ട് 15% ആളുകളിൽ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതാണ് അവരുടെ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ രക്തം എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി നെഗറ്റീവ് എന്നീ രക്തങ്ങളിലേക്ക് കടക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഈ ചോദ്യത്തിന് പല വിശദീകരണങ്ങളുണ്ട്. ഭൂമിക്ക് പുറത്തു നിന്നും വന്ന ചിലരാണ് ഇതിന് കാരണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്.
ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ അറ്റ്ലാന്റിസിന്റെ പൈതൃകത്തിലെ അവസാന കണ്ണികളാണ് ഇവർ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഏറ്റവും വിശ്വസനീയമായ ഒന്ന് ഇത് പരിണാമത്തിന്റെ ഭാഗമായിരിക്കാം എന്നതാണ്. അതായത് 35,000 വർഷങ്ങൾക്ക് മുമ്പേ RH നെഗറ്റീവ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ചെറിയ ശതമാനം മാത്രമായിരിക്കാം. ഇന്നത് 15%. ഇനിയും ഒരു 35,000 വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മനുഷ്യന്റെ രക്തത്തിൽ നിന്നും RH ഫാക്ടർ എടുത്തു കളയപ്പെട്ടേക്കാം. ഇനി RH നെഗറ്റീവ് കോൺസ്പിറസി തിയറി വിശദീകരിക്കുന്ന ചില വിഷയങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. പ്രത്യേകിച്ചും നീലയും പച്ചയും കണ്ണുള്ളവർ. കണ്ണിന് നീലയും പച്ചയും വരാനുള്ള കാരണം RH ഫാക്ടറിനേക്കാൾ കൂടുതൽ മെലനിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണ് RH നെഗറ്റീവ് എന്ന വാദം. ഇന്ന് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പേരും RH പോസിറ്റീവാണ്. അതുപോലെ തന്നെയാണ് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും. അതെല്ലാം ആപേക്ഷികം മാത്രമാണ്. ഇങ്ങനെയൊക്കെയെങ്കിലും ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്ന മറ്റൊരു വിഷയം യാഥാർത്ഥ്യമാണ്. അതായത് RH നെഗറ്റീവ് ഉള്ള സ്ത്രീകളിൽ ഗർഭപാത്രത്തിൽ RH പോസിറ്റീവ് ഉള്ള കുഞ്ഞാണ് എങ്കിൽ ആ കുഞ്ഞിന്റെ മരണത്തിനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതിന് കാരണമായി പറയുന്നത് അമ്മയുടെ രക്തത്തിലെ ഏലിയൻ സാന്നിധ്യമല്ല, അമ്മയുടെ രക്തത്തിലെ ആന്റിബോഡിയുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ വിവാഹം കഴിക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. ഏറ്റവും റെയർ ആയിട്ടുള്ളത് AB നെഗറ്റീവും. എന്നാൽ അതിന് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 1951 മുതൽ ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. 1951 ബോംബെയിലെ ചില രോഗികളിൽ അങ്ങനെ ഒരു രക്തം കണ്ടെത്തിയിരുന്നു. അവരുടെ രക്തത്തിൽ സാധാരണ കാണാറുള്ള H എന്ന ആന്റിജൻ നഷ്ടമായിരുന്നു. അതിന് കാരണം പരിണാമം തന്നെയാണ് എന്നതാണ് ശാസ്ത്രീയമായ വിശദീകരണം. ഇന്ത്യയിൽ ഈ ഗ്രൂപ്പിലുള്ളവർ വെറും 200 പേർ മാത്രമാണ്. ലോകത്തിൽ 40 ലക്ഷം പേരും. അതായത് ലോക ജനസംഖ്യയുടെ 0.0004%. അങ്ങനെയെങ്കിൽ 15% എന്ന് പറയുന്നത് എത്ര കോടി പേരായിരിക്കും എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാവി തലമുറ ജനിക്കുന്നത് നമ്മളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തരായിട്ടായിരിക്കും. ഇന്നുള്ള മനുഷ്യരിൽ നിന്നും എന്തൊക്കെ ഇല്ലാതെയായിരിക്കാം ഇനി ഭാവി തലമുറ ജനിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ